മണി കെട്ടിയ നായ. ഒരിടത്ത് അഹങ്കാരിയും ദുസ്വഭാവിയുമായ ഒരു നായയുണ്ടായിരുന്നു. അവൻ എല്ലാവരെയും പിറകിൽ കൂടി പതുങ്ങിച്ചെന്ന് കടിക്കുമായിരുന്നു. നായയുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയപ്പോൾ ആൾക്കാർ അതിൻ്റെ യജമാനനോട് പരാതിപ്പെട്ടു. അപ്പോൾ അവൻ്റെ യജമാനൻ പറഞ്ഞു, ക്ഷമിക്കണം, അവൻ്റെ കഴുത്തിൽ ഒരു മണി കെട്ടിവിടാം. അപ്പോൾ അവൻ വരുന്നത് നിങ്ങൾക്ക് അറിയാൻ കഴിയുമല്ലോ. യജമാനൻ അപ്പോൾ തന്നെ നായയുടെ കഴുത്തിൽ ഒരു മണി കെട്ടിവിട്ടു. അതിനുശേഷം നായയ്ക്ക് ആരെയും കടിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവൻ പരിസരത്തുണ്ടെങ്കിൽ പോലും ആൾക്കാർക്ക് അറിയാൻ കഴിഞ്ഞു. കയ്യിൽ കിട്ടുന്നത് എന്തുമെടുത്ത് അവനെ അവർ എറിഞ്ഞു തുരത്താൻ തുടങ്ങി. പക്ഷേ നായയുടെ അഹങ്കാരത്തിന് ഒരു കുറവും വന്നില്ല. മണി കെട്ടിയ കഴുത്തും ഉയർത്തിപ്പിടിച്ച് അവൻ ഞെളിഞ്ഞു നടന്നു. മറ്റു നായ്ക്കളുടെ കൂട്ടത്തിൽ തനിക്ക് പ്രത്യേക സ്ഥാനം വേണമെന്ന് അവൻ ആവശ്യപ്പെട്ടു. ഞാനൊരു സാധാരണ നായയല്ല, നിങ്ങളെല്ലാവരും എന്നെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. കണ്ടില്ലേ എൻ്റെ കഴുത്തിലെ മണി? നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടോ ഇത്? അവൻ ചോദിച്ചു. ഇത് കേട്ട് മറ്റു നായ്ക്കൾ ഉറക്കെ ചിരിച്ചു. കൂട്ടത്തിൽ മുതിർന്ന നായ പറഞ്ഞു, നിന്റെ ഗുണമോ സവിശേഷതയോ ഒന്നും കൊണ്ടല്ല ഈ മണി നിന്റെ കഴുത്തിൽ കെട്ടിയത്. മറിച്ച് നീ മഹാശല്യക്കാരനും ദ്രോഹിയും ആയതുകൊണ്ടാണ്. ഇത് ഒരലങ്കാരമല്ല, നിന്റെ ദുസ്വഭാവത്തിൻ്റെ അടയാളമാണ്. നിന്നെ കണ്ടാൽ വഴിമാറിപ്പോകണം എന്നാണ് ഈ മണിയുടെ അർത്ഥം. അങ്ങനെയുള്ള നീയുമായുള്ള ചങ്ങാത്തം തന്നെ ഞങ്ങൾക്ക് അപമാനകരമാണ്. കടന്നു പോകൂ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്. അത് കേട്ട് മണി കെട്ടിയ നായയുടെ തല നാണം കൊണ്ട് താഴ്ന്നുപോയി.